ഞാൻ നമുക്ക് ഒരു മജീഷ്യനായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരു മജീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊപ്പി വേണം, പിന്നെ അത് കൂടാതെ ഒരു മാജിക് വാൻഡ് വേണം, പിന്നെ അത് കൂടാതെ നമ്മുടെ കയ്യിലെന്തുള്ളത് ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കാണാൻ പറ്റും. ഇതിങ്ങനെ ചെയ്യാം. ഞാൻ മാജിക് എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിച്ചു തരാം കേട്ടോ. ആക്ഷൻ കാണിക്കണം. മാജിക് എപ്പോൾ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ കാണിക്കണം. സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിലും മാജിക്കിന്റെ സീക്രട്ട് ഉണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചുതരാം. അതിന് എല്ലാവരും റെഡിയാണോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആക്ഷനാണ്. മാജിക്കിലപ്പം കുറച്ച് ആക്ഷൻ, നമ്മൾ പിന്നെ കുറച്ച് അഭിനയം ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാജിക്കിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ കൂടാതെ സീക്രട്ട്. ഓക്കെ. അതിന് ഫസ്റ്റ് ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാം. ചെയ്തോ? 1 2 3 ചെയ്തോ? 3 പ്രാവശ്യം ചെയ്യാം. എന്നിട്ടോ എയറിൽ എന്തെങ്കിലും സാധനം എടുക്കാം. കിട്ടിയോ? ഒന്നും കൂടി. എന്നിട്ട് ചെയ്യാം. ചെയ്തോ? കിട്ടിയോ? അങ്ങനെ കിട്ടിയോ? കിട്ടില്ല? കിട്ടില്ലേ? ഭയങ്കര ഈസി മാജിക് ചെയ്യാം. ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതേപോലെ കർച്ചിപ്പോ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. പക്ഷെ മാജിക് നമ്മൾ ഒരു ഐറ്റം ഒരു സ്ഥലത്ത് ഒരു ഓഡിയൻസിന് മുന്നിൽ ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ബോറടിക്കും. രണ്ടാമത്തെ കാര്യം എല്ലാവരും ഇതിന്റെ സീക്രട്ട് കണ്ടുപിടിക്കും. പക്ഷെ ഞാൻ സീക്രട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ആക്കി കാണിക്കാം. ഇങ്ങനെ കാണിക്കണ്ടോ? കാണിക്കോ? വീണ്ടും കൈ ഇങ്ങനെ കാണിക്കാം. ഏതെങ്കിലും കൊടുക്കാം. നോക്കാം. 1 2 3 എന്തെങ്കിലും കിട്ടിയോ? കിട്ടിയ ഒരു പ്രാവശ്യം കാണിപ്പിക്കും. ഒന്നും കിട്ടിയില്ല. ഇനി കൈ ഇങ്ങനെ കാണിക്കാം. കൈ ഇങ്ങനെ കാണിക്കാം. കിട്ടിയോ? ഒന്നും കൂടി. മാജിക് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ് മാജിക്. ഇനിയിപ്പോ ഇതേപോലെ നമുക്കൊരു റിബൺ ഉപയോഗിക്കാം. ഇതിനെ നമ്മളിങ്ങനെ കൈകൾ അടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. ഇങ്ങനെ അടച്ചെടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ ചെയ്യാം. ചെയ്യണ്ടായിരിക്കും. ചെയ്യണ്ടോ? ഭയങ്കര സിമ്പിളാണ് മാജിക് ചെയ്യാൻ. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ചെന്നിട്ട് ചെയ്തു നോക്കാം. എന്റെ കയ്യിൽ ഒരു 3 കർച്ചിപ്പുണ്ട്. യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്. നമുക്ക് ഇവിടെ ഒരു പേപ്പറിന്റെ ഒരു റോൾ കാണാം അല്ലെ? പേപ്പർ റോൾ. ഏത് കളറാണ് ആദ്യം ഇട്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ആരെങ്കിലും ഒരാൾ പറയും. ഇഷ്ടപ്പെട്ടോ? നമ്മളെപ്പോഴും ഇങ്ങനെ ആയിരിക്കാം. നമ്മൾ പല ചിന്താഗതിക്കാരുണ്ട് അല്ലെ? പല മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, പല ആശയങ്ങളുള്ള ആൾക്കാരുണ്ട്. എപ്പോഴും നമ്മളൊരു സൊസൈറ്റി ആയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപോലെ ഇതൊരു കണ്ണീർ പുറത്ത പോലെ നമ്മൾ ഇതുപോലെ ജീവിക്കണം. അതിൻ്റെ ഒരു മോഡൽ കൂടിയാണിത്.
ഒരു മാജിക് ഞാൻ കാണിച്ചുതരാം. ഇതതിന്റെ സ്റ്റാൻഡാണ്. ഇതൊരു മാജിക് ബോക്സ് ആണ്. ഈ മാജിക് ബോക്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെന്ത് ചോദിച്ചു കഴിഞ്ഞാലും മാജിക് ബോക്സ് തരും കേട്ടോ. നമ്മളെ ഈ എന്താ പറയാ പൗലോ കൊയ്ലോയുടെ ഒരു ബുക്കുണ്ട് ആൽക്കമിസ്റ്റ്. അപ്പൊ നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ ലോകം തന്നെ നമ്മളത് ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം നമ്മളെ നേടിത്തരുന്ന പറയണം. അപ്പൊ അതുപോലുള്ള ഒരു ബോക്സ് ആണ്. പക്ഷെ ഇത് മാജിക് ആണ്. എനിക്കിപ്പോ ഒരു ഹാർഡ് ക്യാൻഡി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഒരു ഹാർഡ് ക്യാൻഡി എടുക്കും. എന്നിട്ട് ഇങ്ങനെ കഴിക്കും. ഈ ബോക്സിലിട്ടിട്ട് ഒരു മാജിക്കൽ ആക്ഷൻ ആണ്. എന്താ സംഭവിക്കുന്നത് നോക്കിയോ? മിഠായി വേണം. നല്ല ലോലിപ്പോപ്പ് കൊടുക്കും. കുറെ ലോലിപ്പോപ്പ് വരും. ആ ലോലിപ്പോപ്പ് കൊടുത്താൽ കുറെ ലോലിപ്പോപ്പ്. ലോലിപ്പോപ്പാണോ? പക്ഷെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ചെയ്തൊന്നും കേട്ടോ. നോക്കത്തിൽ നോക്കണം. എന്റെ കയ്യിലൊരു കർച്ചിപ്പുണ്ട്. കേൾക്കണ്ടോ? ഇനി അടുത്തത് എന്റെ കയ്യിലൊരു കളർഫുൾ കർച്ചിപ്പുണ്ട്. ഈ കർച്ചിപ്പ് ഇട്ടിട്ട്